ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വിധി പോലും മാറി നിൽക്കും. ഇന്ന് സൂര്യോദയം മുതൽ 7 ദിനം ഈ നക്ഷത്ര ജാതകർ വട്ടപൂജ്യത്തിൽ നിന്നും കുതിച്ചുയരും. ആദിത്യൻ ഉച്ചസ്ഥനായി മേടം രാശിയിലുണ്ട്. ആദിത്യന്റെ പരമേച്ഛമായി കരുതപ്പെടുന്ന മേട 10 ഏപ്രിൽ 23 ബുധനാഴ്ചയാണ്. ഈ ആഴ്ച മുഴുവൻ അശ്വതി ഞാറ്റുവേലയുണ്ട്. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ സപ്തമി മുതൽ ചതുർത്ഥി വരെയുള്ള തിഥികളിൽ സഞ്ചരിക്കുന്നു. അതിനാൽ ചന്ദ്രൻ പക്ഷബലശൂന്യനാണ്. ചൊവ്വ നീചസ്ഥനാണ്. കർക്കിടകത്തിൽ പൂയം നക്ഷത്രത്തിൽ തുടരുന്നു. ബുധനും നീചനാണ്. മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുകയാണ്. മീനം രാശിയിൽ പൂരുരുട്ടാതിയിൽ, അതായത് പൂരുരുട്ടാതി 4-ാം പാദത്തിൽ ശനി, ശുക്രൻ, രാഹു എന്നീ ഗ്രഹങ്ങൾ തുടരുന്നു. ശുക്രന്റെ ഉച്ചക്ഷേത്രമാണ് മീനം. രാഹുവിൻ്റെ 7-ാം ഇടമായ കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിൽ കേതുവും സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവം രാശിയിലാണ്. മകയിരം 1-ാം പാദത്തിൽ തുടരുന്നു. ഏപ്രിൽ 20, അതായത് ഞായറാഴ്ച, ഇന്ന് ഇടവ രാശിയിലെ നക്ഷത്രക്കാർക്ക് അഷ്ടമ രാശിയാണ്. തിങ്കളും ചൊവ്വയും മിഥുന രാശിക്കാർക്കും, ബുധനും വ്യാഴവും കർക്കിടക രാശിക്കാർക്കും, വെള്ളിയും ശനിയും ചിങ്ങം രാശിക്കാർക്കും അഷ്ടമരാശി ഭവിക്കുന്നു. കരുതൽ വേണ്ട ദിവസങ്ങളാണ് ഈ ദിനങ്ങൾ. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ചന്ദ്രസഞ്ചാരം അനുകൂലമായ ഭാവങ്ങളിലൂടെ ആകുന്നതിനാൽ സമാധാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നേട്ടങ്ങളും പലതും അനുഭവത്തിൽ വന്നുചേരും. തൊഴിൽപരമായി വളരെയധികം ഉണർവുണ്ടാകുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് സ്വീകാര്യതയേറും. നിലപാടുകൾ സ്വാഗതാർഹമാകും. പരീക്ഷണങ്ങൾക്ക് മുതിരാനുള്ള മനസാന്നിധ്യം ഭവിക്കുന്നതാണ്. ചവിട്ടിത്തേഞ്ഞ പാതകൾ ഉപേക്ഷിച്ച് പുതുവഴികൾ തെളിക്കുവാൻ മനസ്സുണരുന്നതാണ്. അനാവശ്യമായ ചിന്തകളിൽ കുരുങ്ങുന്നതല്ല. വ്യക്തിപരമായ തീരുമാനങ്ങളിൽ പുനരാലോചന ആവശ്യമാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണ്ട ദിവസങ്ങളാണ്. സാമ്പത്തികമായ ജാഗ്രത വിട്ടുവീഴ്ച പാടില്ല. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. പ്രതീക്ഷിച്ച ഫലം വന്നുചേരും. മേലധികാരികൾ ഏൽപ്പിച്ച ചുമതലകൾ കാര്യവിളംബം കൂടാതെ കാര്യനിർവഹണത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഏകോപനങ്ങളെല്ലാം സുഗമമാകും. വ്യക്തിപരമായും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണ്. ഭരണിയുടെ നാഥനായ ശുക്രൻ ഉച്ചസ്ഥിതിയിൽ തുടരുകയാൽ ഭൗതിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കുറയില്ല. ആഡംബര സാമഗ്രികൾ, ആടയാഭരണാദികൾ ഇത്യാദി പാരിതോഷികമായി ലഭിക്കുവാൻ ഇടയുണ്ട്. ശുക്രന് പാപഗ്രഹങ്ങളുമായി യോഗമുള്ളതിനാൽ കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണം. വാരാന്ത്യ ദിനങ്ങളിലെ 1-2 ദിവസങ്ങൾ ചന്ദ്രന്റെ 12-ലെ സഞ്ചാരത്താൽ മേൽമ കുറഞ്ഞു വരുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിയുക്തനാകും. അനുഭവ സമ്പത്ത് വിജയഘടകമാകുന്നതാണ്. നേട്ടങ്ങളിൽ അഹങ്കരിക്കുവാനുള്ള മാനസിക പരിപാകം അഭിനന്ദിക്കപ്പെടും. കുടുംബ ജീവിതത്തിൽ സാമാന്യം സന്തോഷമുണ്ടാകും. പുതിയ തരം ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. ബുധഗ്രഹം നീചനായി തുടരുന്നതിനാൽ ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ വളരെയധികം കരുതൽ വേണം. യാത്രകളിൽ നിന്നും നേട്ടങ്ങൾ വന്നുചേരും. ബിസിനസ്സുകാർ വിപണി മത്സരത്തിൽ വിജയം കൈവരിക്കും. വാരാദ്യ ദിവസങ്ങൾക്ക് ഗുണം അല്പം കുറയുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ചന്ദ്രൻ പക്ഷബലരഹിതനാകിയാൽ മനസ്സിൻ്റെ ഉന്മേഷം കുറയും. വേണോ വേണ്ടയോ എന്ന സന്നിഗ്ധത എപ്പോഴും ഉണ്ടാകും. എന്നാൽ ഭൗതികമായ സാഹചര്യം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ്. അതിനാൽ തന്നെ തടസ്സങ്ങളെ മറികടക്കുവാൻ സാധിക്കും. കാര്യാലോചനകളിൽ സ്വാഭിപ്രായത്താൽ ഉറച്ചു നിൽക്കുന്നതാണ്. എതിർപ്പുകളെ അവഗണിക്കുവാൻ കഴിയും. 3-ാം ഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നതിനാൽ സഹോദരങ്ങളുടെ ആനുകൂല്യങ്ങൾ വന്നുചേരും. വിൽക്കപ്പെടാതെ കിടന്ന ഭൂമി വിൽക്കുവാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. രഹസ്യ നിക്ഷേപങ്ങൾ നടത്തുവാനും കഴിയുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്.
നിങ്ങളുടെ നക്ഷത്രനാഥനായ ചൊവ്വയുടെ നീചസ്ഥിതി ആത്മവിശ്വാസം കുറയുവാൻ കാരണമായേക്കും. കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ വന്നു ചേരും. ഉന്നത അധികാരികൾ പ്രതികൂല നിലപാടുകൾ കൈക്കൊള്ളുന്നതാണ്. സ്ത്രീകളുടെ പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരും. എങ്കിലും ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ നിന്നും പിന്മാറുവാൻ സാധിക്കില്ല. ഒരുവിധം ഭംഗിയായി തന്നെ മുഴുവിപ്പിക്കുവാനും കഴിയുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ ആത്മാർത്ഥതയെ അഭിനന്ദിക്കും. ബിസിനസ്സിൽ സമ്മിശ്രമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയെ സ്വീകാര്യത വളരെയധികം വർദ്ധിക്കുന്നതാണ്. കടം കൊടുത്ത പണം വസൂലാക്കുന്നത് തലവേദനയായി മാറുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ഞായർ മുതൽ ബുധൻ വരെ അനുകൂലതകൾ എല്ലാം കുറയും. പുനർശ്രമങ്ങൾ വേണ്ടിവരും. ചിലതൊക്കെ തിടുക്കത്തിൽ ചെയ്യേണ്ടി വരുന്നതാണ്. മാനസിക ശക്തി നിങ്ങളുടെ പരീക്ഷിക്കപ്പെടാം. മറ്റുള്ള ദിവസങ്ങളിൽ സമാശ്വാസം, സന്തോഷം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. മത്സരങ്ങളിൽ എല്ലാ രീതിയിലും വിജയം കൈവരിക്കും. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മെച്ചമുണ്ടാകും. രാഷ്ട്രീയക്കാരുടെ ജനസ്വാധീനം വർദ്ധിക്കുന്നതാണ്. കരാർ ജോലി വന്നു കിട്ടും. പിതാവിൻ്റെ വാത്സല്യത്തിന് പാത്രമാകുവാൻ കഴിയും. സഹായധനം കിട്ടാം. സുഹൃത്ത് ബന്ധു സമാഗമം വളരെയധികം സന്തോഷവും മാനസിക ഊർജവും സമ്മാനിക്കുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയും. അവ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും ശ്രമിക്കുന്നതാണ്. കർമ്മരംഗത്ത് തടസ്സങ്ങൾ ആവർത്തിക്കാം. എന്നാൽ അനാവശ്യമായ ഉത്കണ്ഠകൾ കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആവശ്യപ്പെടാതെ തന്നെ സഹായിക്കുവാനുള്ള ആളുകൾ വന്നു ചേരും. അശ്രാന്ത പരിശ്രമത്തിലൂടെ ധനാഗമ മാർഗങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാൻ കഴിയും. കുടുംബത്തിൻ്റെ പിന്തുണയിൽ അഭിമാനിക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അല്പം കരുതലുണ്ടാക്കണം. ശുഭാരംഭങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ശനിക്ക് ശുഭപാപയോഗമുള്ളതിനാൽ സുഹൃത്ത് ഗുണം, ബന്ധുഗുണം എന്നിവയൊക്കെ സമ്മിശ്രമാകും. ഏകാഗ്രത പുലർത്തുവാൻ കഴിയണമെന്നില്ല. എല്ലാവരുടെയും എല്ലാ ഉപദേശങ്ങളും കൈക്കൊള്ളാതിരിക്കുവാൻ കൂടി വിവേകമുണ്ടാകണം. പൂയം നക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുക നിമിത്തം അനാവശ്യമായ ഉദ്യോഗം ഉണ്ടാകും. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ കുറയുന്നതാണ്. 10ാം ഭാവത്തിൽ ആദിത്യൻ ഉച്ചനാകിയാൽ തൊഴിലിടത്തിൽ സമാധാനം വന്നു ചേരും. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ അനുഭവപ്പെട്ടിരുന്ന അസംതൃപ്തിയെല്ലാം മാറിക്കിട്ടുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. സുഖ അനുഭവങ്ങൾ വേണ്ടുവോളം ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. നക്ഷത്രാധിപനായ ബുധൻ നീചത്തിൽ തുടരുന്നത് ആത്മവിശ്വാസം കുറയുവാനുള്ള കാരണമാകും. ജന്മരാശിയിൽ നീചസ്ഥനായ ചൊവ്വ ഉള്ളതിനാൽ ക്ഷോഭശീലം കൂടാം. തിടുക്കത്തിൽ തീരുമാനമെടുത്ത് കുഴപ്പത്തിലാകും. ആദ്യത്തിൻ്റെ അനുകൂലതയാൽ കർമ്മരംഗത്ത് ശോഭിക്കുവാൻ കഴിയും. തടസ്സപ്പെട്ടിരുന്ന അവസരങ്ങളെല്ലാം തിരികെ കിട്ടും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും സംതൃപ്തി തോന്നുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അഷ്ടമരാശിക്കൂറ് വരുന്നതിനാൽ അല്പം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. കാര്യങ്ങൾ പൂർണ്ണമായും വരുതിയിലാകുമെന്ന് പറയുവാനാകില്ല. വന്നപ്പാട് ചന്തം എന്ന മട്ടിൽ ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. പൊതുരംഗത്ത് നിങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതാണ്. നിർദ്ദേശങ്ങൾ സഹപ്രവർത്തകർക്ക് പ്രയോജനകരമാകും. നവസാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു ചേരും. മറ്റുള്ളവർക്ക് കുടുംബത്തിനൊപ്പം ചെലവഴിക്കുവാൻ ധാരാളം സമയമുണ്ടാകും. ഇഷ്ടഭക്ഷണ യോഗം, ഫോക്കസ് സുഖം ഇവ ലഭിക്കും. വെള്ളി ശനി ദിവസങ്ങൾ അഷ്ടമരാശിയാകിയാൽ അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. ഔദ്യോഗിക മേഖലയിൽ ഔത്സുക്യതയും താല്പര്യവും ഉണ്ടാകും. എതിർപ്പുകളെ കാര്യമാക്കുകയില്ല. വ്യാപാരത്തിൽ സുസ്ഥിതി തുടരുന്നതാണ്. പകരക്കാരെ ഏർപ്പെടുത്തിയിരുന്ന ജോലികളിൽ അവരെ നിരീക്ഷിക്കുന്ന കാര്യം മറക്കരുത്. ഗാർഹികമായ കാര്യങ്ങളിൽ തൃപ്തി ഉണ്ടാകും. വിശ്രമിക്കുവാനും വിഷയസുഖങ്ങൾ അനുഭവിക്കുവാനും സകുടുംബം ഷോപ്പിങ്ങിന് പോകുവാനും സമയവും സന്ദർഭവും ഒത്തുവരുന്നതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയും. വാരാന്ത്യ ദിവസങ്ങളിൽ മനോവകർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ആദിത്യൻ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണം എല്ലാ രംഗത്തും പ്രകടമാകും. സാമൂഹികമായ സ്വീകാര്യത വർദ്ധിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പഠിക്കും. ആദർശം ഉപേക്ഷിക്കില്ല. ചിങ്ങരാശിക്കാർക്ക് പലതരം ഭാഗ്യ അനുഭവങ്ങൾ ഭവിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ മേലധികാരികൾ കേൾക്കും.
വെള്ളി ശനി ദിവസങ്ങളിൽ സാഹസങ്ങൾ അരുത്. കന്നി രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായും കാര്യങ്ങളുടെ പോക്ക്. ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. ബുധനാഴ്ച തൊട്ട് ഗുണമേറുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ചന്ദ്രസഞ്ചാരം 4 മുതൽ 7 വരെയുള്ള രാശികളിലാകിയാൽ ആഴ്ചയിലെ ആദ്യത്തെ 3 ദിവസങ്ങളിൽ സ്വൈര്യം കുറയുന്നതാണ്. ദേഹാലസ്യം, കർമ്മവൈമുഖ്യം ഇവയുണ്ടാകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നീടത്തേക്കാക്കുന്നതാണ്. മറ്റുള്ളവർക്കായി സ്വന്തം കഴിവുകൾ ഉപയോഗപ്പെടുത്തും. ബുധൻ മുതൽ ശനി വരെ സ്വസ്ഥത അനുഭവപ്പെടുന്നതാണ്. മനസ്സിന് സന്തോഷമുണ്ടാകും. വ്യായാമം, ഭക്ഷണസുഖം, ജോലി ഇവയെല്ലാം കൃത്യമാകും. ഭോഗസുഖവും അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. ദമ്പതികൾക്കിടയിൽ ഹൃദയ ഐക്യം ദൃഢമാകും. വ്യാപാര അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. യാത്രകൾ എല്ലാ രീതിയിലും പ്രയോജനകരമാകുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. പ്രവർത്തനങ്ങളിൽ അനാവശ്യമായ തിടുക്കം ഉണ്ടാകുവാനിടയുണ്ട്. തന്മൂലം സൂക്ഷ്മതക്കുറവ് വന്നുചേരും. മേലധികാരി അതുമല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നിവരുടെ ശാസന കേൾക്കുവാൻ ഇടയുണ്ട്. മറ്റുള്ളവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടും. പണയ വസ്തുവിൻ്റെ പലിശ, കാർ ലോൺ മുതലായവ മുടങ്ങുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വിവാദങ്ങളിലും തർക്കങ്ങളിലും വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. പ്രിയപ്പെട്ടവരുടെ നല്ല വാക്കുകൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം സമ്മാനിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ഗുണഫലങ്ങൾ ഭാഗികമായി കിട്ടിത്തുടങ്ങും. 11ാം ഭാവാധിപനായ സൂര്യൻ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധന ഉന്നതി, സ്ഥാന ഉന്നതി എന്നിവ വന്നുചേരും. അല്പം അലച്ചിലും യാത്രാ ക്ലേശവും ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ വന്നുചേരും. സുഹൃത്ത് ബന്ധങ്ങൾ കൊണ്ട് ഗുണം വളരെയധികം ഉണ്ടാകുന്നതാണ്. കുടിശ്ശിക തുക കിട്ടുവാൻ ഇടയുണ്ട്. പഴയ കാര്യങ്ങൾ ആലോചിച്ച് അവയിൽ നിന്നും ഊർജം കൈക്കൊള്ളുവാൻ സാധിക്കും. ദുഷ്പ്രേരണകളെ ചെറുക്കുവാനുള്ള മനപരിപാകം ഉണ്ടാകുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. ആത്മവിശ്വാസം അധികമാവാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുതും വലുതുമായ കാര്യങ്ങളിലെല്ലാം പുനഃപരിശോധന വേണ്ട സമയമാണ്. മുൻവിധി കഴിവതും ഒഴിവാക്കുക. ഊഹക്കച്ചവടം കൊണ്ട് പ്രതീക്ഷിച്ച ആദായം വന്നു ചേരണമെന്നില്ല. കൂട്ടുകച്ചവടത്തിൽ ലാഭം കുറയുന്നതാണ്. കൃത്യനിർവഹണത്തിൽ അലംഭാവം ഒരു രീതിയിലും നിങ്ങൾ കാണിക്കരുത്. കരാർ പണികൾ തുടർന്നും ലഭിക്കുന്നതാണ്. എന്നാൽ അതിലെ വ്യവസ്ഥകൾ കൃത്യമായി വായിച്ചറിയണം. വീട് പണിക്കായി ബന്ധുവിൻ്റെ ധനസഹായം പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. മകൻ്റെ ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച അവ്യക്തത പൂർണ്ണമായും മാറിക്കിട്ടില്ല. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. പഞ്ചമഭാവത്തിലെ ഗ്രഹാധിക്യത്താൽ ആശയക്കുഴപ്പം ഏർപ്പെടുന്നതാണ്. മുൻഗണന നിശ്ചയിക്കാൻ കഴിഞ്ഞേക്കില്ല. അതിനാൽ തന്നെ അപ്രധാന കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. 6ാം ഭാവത്തിൽ ആദിത്യൻ ഉച്ചനാകിയാൽ വരുമാനം വളരെയധികം വർദ്ധിക്കും. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലത എല്ലാ രീതിയിലും ഉണ്ടാകും. മത്സരങ്ങളിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ കഴിയും. ജന്മനാട്ടിലുള്ള പിതൃപുത്ര ബന്ധുക്കളെ സന്ദർശിക്കുവാനും സാധിക്കുന്നതാണ്. രോഗികൾക്ക് വളരെയധികം ആശ്വാസമുണ്ടാകും. പൊതുപ്രവർത്തകർക്ക് ജനപിന്തുണ വന്നുചേരും. കലാപരമായി നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ബോധ്യം വരുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ബുധൻ്റെ നീചസ്ഥിതിയും ശുഭപാപയോഗവും സമ്മിശ്രമായ ഫലങ്ങൾക്ക് കാരണമാകും. പ്രതീക്ഷ കാര്യങ്ങളെല്ലാം അല്പമായി വിളംബം ഭവിക്കുന്നതാണ്. ശുക്രൻ 5ാം ഭാവത്തിൽ തുടരുന്നതിനാൽ ഭാവനയുണരും. കലാകാരന്മാർക്ക് അവസരങ്ങൾ വളരെയധികം വന്നെത്തും. ആദിത്യൻ ഉച്ചത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ജോലിയിൽ അഭ്യുദയം ഉണ്ടാകുന്നതാണ്. സ്വതന്ത്ര ചുമതലകൾ, ഇൻക്രിമെൻ്റ് ഇവയൊക്കെ വന്നുചേരും. പിതൃപുത്ര ബന്ധം കൂടുതൽ രമ്യമാകുകയും ചെയ്യുന്നതാണ്. ഉപാസനകൾ തുടരുവാൻ കഴിയും. വിവാഹാലോചനകളിൽ പുരോഗതി ഭവിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. സ്വയം കൈക്കൊള്ളുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും. അവ പ്രാവർത്തികമാക്കുവാൻ തിടുക്കം കാട്ടുന്നതാണ്. തന്മൂലം വിരോധികളെ സമ്പാദിക്കേണ്ടി വരും. കുടുംബത്തിലെ അനൈക്യം തീരുവാൻ ഒരുപാട് ഊർജം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണിയോ ആഡംബരത്തിനോ ചിലവുണ്ടാകും. സഹപ്രവർത്തകർ അല്ലെങ്കിൽ പഴയ സഹപാഠികൾ ഒത്തുചേർന്ന് വിനോദയാത്ര ആസൂത്രണം ചെയ്യുന്നതാണ്. സ്വാശ്രയ സംരംഭങ്ങളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. മകൻ്റെ ഉപരിപഠന കാര്യത്തിൽ വ്യക്തത കൈവരുന്നതാണ്.
അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. പിണങ്ങിയ സജ്ജനങ്ങൾ ഇണങ്ങും. മക്കളുടെ നേട്ടങ്ങളിൽ സന്തോഷം വളരെയധികം വന്നുചേരും. ബുദ്ധിപരമായ ഉത്തരങ്ങൾ നൽകി ഒപ്പമുള്ളവരെ അത്ഭുതപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. പാചകത്തിൻ്റെ രുചി വൈവിധ്യം പ്രശംസിക്കപ്പെടും. ആർഭാടങ്ങൾ കുറയ്ക്കുവാൻ നോക്കിയാലും ചില വേറുന്നതാണ്. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടാകും. നീക്ക സംരംഭങ്ങളിൽ പ്രവർത്തിക്കുക വളരെയധികം ക്ലേശകരമാകും. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി ലഭിക്കുവാനുള്ള ധാരണയുണ്ടാകും. നല്ല വാക്കുകൾ പറഞ്ഞ് സങ്കടത്തിൽപ്പെട്ടവരെയെല്ലാം ആശ്വസിപ്പിക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ ഉദ്യോഗം ഉണ്ടാകും. ക്ഷമ കുറയും. നാലിലെ പാപഗ്രഹങ്ങൾ ചിലപ്പോൾ ഹൃദയശൂന്യരാണെന്ന പേര് കേൾപ്പിക്കുവാൻ ഇടവരുത്തും. പ്രയത്നങ്ങളിൽ ഭാഗികമായ വിജയമുണ്ടാകും. നക്ഷത്രാധിപനായ ആദിത്യൻ്റെ ഉച്ചസ്ഥിതി കാരണമാകും. സംഘടനകളിൽ നേതൃത്വ പദവിയോ മത്സരങ്ങളിൽ വിജയമോ കൈവരും. ധനുരാശിക്കാർക്ക് ഭൂമി വ്യാപാരത്തിൽ അമളി പറ്റുവാനിടയുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങളുമായി കലഹിക്കുവാനും ഇടയുണ്ട്. മകരരാശിക്കാർക്ക് ദാമ്പത്യത്തിൽ അനുരഞ്ജനത്തിന് ആവശ്യമായി വരും. കുട്ടികളുടെ ഭാവി കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുവാനും ഈ ആഴ്ച വേണ്ടി വരുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ചന്ദ്രന് പക്ഷബലഹാനി വരുന്നത് ഗുണകരമല്ല. മനസ്സിൽ വെറുതെ ആശങ്കകൾ വന്നു ചേരും. ആത്മവിശ്വാസം ദുർബലമാകുന്നതാണ്. കൃത്യനിർവഹണത്തിൽ പരാശ്രയം വേണ്ടിവരും. പലരും സഹായിക്കുവാൻ മുന്നോട്ട് വരുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം കൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. ദാമ്പത്യത്തിൽ ഭിന്നതകൾ വരും. അന്യനാട്ടിൽ മക്കളുടെ വീട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് വരുവാനും കാലതാമസം നേരിടേണ്ടി വരും. ഊഹക്കച്ചവടത്തിൽ നിന്നും ആദായം വളരെയധികം ഉയരുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സന്നദ്ധരാകും. ഞായർ, തിങ്കൾ, വ്യാഴം ശുഭത്വം കുറയുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. രോഗക്ലേശർക്ക് കൂടുതൽ ചികിത്സ ആവശ്യമായി വരും. മുൻപ് ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ പിന്നീടത്തേക്ക് മാറ്റി വെക്കേണ്ട സ്ഥിതി ഉണ്ടാകും. വാഗ്ദാനങ്ങൾ പാലിക്കാനാകാതെ കുഴയുന്നതാണ്. പരാശ്രയത്വം കൂടും. ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ വ്യവഹാരമായി മാറാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ധനം ചെലവഴിക്കുന്നതിൽ മിതവ്യയം നിർബന്ധം. സുഹൃത്തുക്കളുടെ ഉപദേശം പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ചുമതലകൾ വന്നുചേരും. വാരം മധ്യത്തിലെ ദിവസങ്ങൾക്ക് കൂടുതൽ മേന്മയുണ്ടാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. രണ്ടാം നക്ഷത്രത്തിൽ ശനിയും രാഹുവും സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികമായി ഉണ്ടായിരുന്ന മോശ അവസ്ഥകളെല്ലാം മാറിക്കിട്ടും. കടം വാങ്ങുവാൻ ഇടയുണ്ട്. കിട്ടാനുള്ള കൈവായ്പ മടക്കി കിട്ടും. വാഗ്ദാനങ്ങൾക്ക് ഒരു രീതിയിലും മുതിരരുത്. മനഃപൂർവ്വമല്ലാതെ കള്ളം പറയേണ്ടി വരും. ഒപ്പമുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. ഉന്നത അധികാരികളുടെ അനുകൂലത ഉണ്ടാകുന്ന ആഴ്ചയാണ്. പൊതുപ്രവർത്തനത്തിൽ ക്രിയാത്മകത ഉണ്ടാകും. കൃഷി കാര്യങ്ങൾ നോക്കി നടത്തുവാനുള്ള താല്പര്യം വർദ്ധിക്കും. ഭൂമിയിൽ നിന്നും വളരെയധികം ആദായം വന്നു ചേരും. അഷ്ടമത്തിൽ കേതു തുടരുകയാൽ സാംക്രമിക രോഗം വരുവാൻ സാധ്യതയുള്ള ആഴ്ചയാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. വൈജ്ഞാനിക മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയും. ഗവേഷണം പ്രബന്ധം എഴുതി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ശനിയും രാഹുവും ജന്മനക്ഷത്രത്തിൽ തുടരുന്നതിനാൽ ചെറുതോ വലുതോ ആയ സമ്മർദ്ദങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരും. വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടുവാൻ ഇടയുണ്ട്. ശുക്രനും ബുധനും അനുകൂലതയിലാകിയാൽ ധനാഗമം ഒരുവിധം തൃപ്തികരമായി തീരും. വിനോദയാത്രകൾ തീരുമാനിക്കപ്പെടും. എന്നാൽ അവ മാറ്റിവെക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. സെമിനാർ, ചർച്ചാ സമ്മേളനം ഇവകളിലേക്ക് ക്ഷണം ലഭിക്കുവാൻ ഇടയുണ്ട്. വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തുവാനുള്ള സമയം വന്നു ചേരില്ല. തിടുക്കം കാരണം എന്തെങ്കിലും വസ്തുക്കൾ മറന്നു പോകുവാനോ നഷ്ടപ്പെടുവാനോ ഇടയുള്ള ആഴ്ചയാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയില്ല. പഞ്ചമഭാവത്തിലെ ചൊവ്വ പിടിവാശിക്ക് കാരണമാകും. മക്കളുടെ വഴക്കിന് ഇടയുള്ളതിനാൽ വാക്കുകളിൽ കരുതലുള്ളത് ഗുണകരമാകും. അനുരാഗികൾക്കിടയിൽ അനൈക്യം വരാം. ആധ്യാത്മിക സാധനങ്ങൾക്ക് ഭംഗം വരുവാൻ ഇടയുണ്ട്. ഊഹക്കച്ചവടം, നറുക്കെടുപ്പ്, ലോട്ടറി ഇവയിൽ നിന്നും അപ്രതീക്ഷിത ധനവരവ് പ്രതീക്ഷിക്കാം. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾക്ക് വേണ്ടത്ര പ്രയോജനപ്പെടുത്തുവാൻ കഴിയണമെന്നില്ല. ബുധൻ നീച സ്ഥിതിയിലുള്ളതിനാൽ ബന്ധുക്കൾ അകാരണമായി വിരോധികളാകാം. പിതൃപുത്ര ബന്ധത്തിൽ തർക്കങ്ങൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട്.
വസ്ത്രാഭരണാദികൾ പാരിതോഷികമായി ലഭിക്കും. സുഹൃത്തുക്കളുമായി ആഹ്ലാദിക്കുവാനും ബുധൻ വ്യാഴ ദിവസങ്ങളിൽ ചെലവേറുകയും ചെയ്യുന്നതാണ്. ദേഹസുഖം കുറയും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ ഗ്രഹ ആനുകൂല്യം ഇല്ലാത്തതിനാൽ പിന്നീടത്തേക്ക് മാറ്റിവെക്കേണ്ടി വരികയും ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.